ആദ്യമായി ഞാൻ പറയാം, അനിൽകുമാർ പറയുന്ന മതരാഷ്ട്രീയമൊന്നും ഇവിടെയില്ല, മതേതര രാഷ്ട്രീയം മാത്രമേ മുസ്ലിം ലീഗ് പറയുന്നുള്ളൂ. മുസ്ലിം ലീഗ് പറയുന്ന മതേതര രാഷ്ട്രീയം കേരള ജനത അംഗീകരിച്ചിരിക്കുന്നു. മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം 3 ലക്ഷത്തിന് റെക്കോർഡിലേക്ക് പോവുകയാണ്. എല്ലാ വിഭാഗം ജനങ്ങളും വോട്ട് ചെയ്യുക. ഈ CPM-ൻ്റെ അവലോകനത്തിന് സംഭവിച്ചിരിക്കുന്ന കുഴപ്പം 20-ൽ 1 സീറ്റിൽ മാത്രം 20,000 വോട്ടിന് ജയിക്കുകയും ബഹുഭൂരിപക്ഷം സീറ്റുകളിലും 1 ലക്ഷത്തിൽ മുകളിൽ വോട്ടിന് പരാജയപ്പെടുകയും ചെയ്യുകയും ഏകദേശം തിരുവനന്തപുരം പോലെ കാസർഗോഡ് വരെയുള്ള എല്ലാ മണ്ഡലങ്ങളിലും CPM ബേസ് വോട്ടുകൾ പുറത്തു പോയിരിക്കുകയാണ്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഒരു ആൻറ്റി ഇൻകംബൻസി ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ കോൺസിക്വൻസ്, അതിനെന്ത് സംഭവിക്കണം? ആൻറ്റി ഇൻകംബൻസി ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം നെക്സ്റ്റ് ആക്ഷൻ? ആ ആക്ഷൻ ആവശ്യപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ന്യായീകരണങ്ങളും പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ തീക്കൊള്ളി കൊണ്ട് തല ചൊറിയരുത്. കാരണം ജനം അത് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ഈ പറയുന്ന വർഗീയ ധ്രുവീകരണത്തിൻ്റെ രാഷ്ട്രീയം അത് ഇന്ത്യയിലാകമാനം തന്നെ ജനം തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലായല്ലോ. നമ്മുടെ UP-യിലെ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. 400 എന്ന് പറഞ്ഞെടുത്ത് അവർ അയോധ്യയിൽ പരാജയപ്പെടുന്നു എന്ന അവസ്ഥയാണ്. കേരളത്തിലെ ഈ ധ്രുവീകരണ രാഷ്ട്രീയം എല്ലാം പറയുമ്പോഴും അങ്ങോളം ഇങ്ങോളം നിങ്ങൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഏകദേശം 35% താഴെ മാത്രമായി ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ വോട്ട് പോയിരിക്കുകയാണ്. നിങ്ങൾ ഈ പറയുന്ന മണ്ഡലങ്ങൾ അവലോകിച്ച് ചെയ്യുക. അനിൽകുമാറിൻ്റെ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, ആലപ്പുഴ ഈ ജില്ലകളൊന്നും നിങ്ങൾ കണ്ടില്ല എന്നാണോ നടിക്കുന്നത്? എന്നിട്ട് നിങ്ങൾ ന്യായീകരിക്കുകയാണോ ഇത് പറഞ്ഞിട്ട്? CPM-നോട് പറയുമ്പോൾ നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്ന് SDPI-യുമായി ചേർന്ന് വെൽഫെയർ പാർട്ടിയുമായി ചേർന്ന് ഒരു സഖ്യമുണ്ടാക്കി അതുകൊണ്ട് മാത്രമേ RSS-നെ ചെറുക്കാൻ കഴിയുകയുള്ളൂ എന്ന നിലപാട് സ്വീകരിച്ചാൽ അതാണ് തീക്കൊള്ളി കൊണ്ട് തലചൊറിയൽ, അതാണ് RSS-നെയും BJP-യെയും വളർത്തൽ എന്നാണ് CPM തിരിച്ചു പറയുന്നത്. UDF-ന്റെ സഖ്യകക്ഷികൾ ആരാണെന്ന് വ്യക്തമാണ് എല്ലാ സ്ഥലത്തും. അതായത് നിങ്ങൾ കൊണ്ടുപോയി സ്റ്റേജിൽ പൊന്നാനിയിൽ VT മുഹമ്മദ് ബഷീറിനെതിരെ ഹുസൈൻ രണ്ടത്താണിയെ മത്സരിപ്പിച്ചപ്പോൾ നിങ്ങൾ സ്റ്റേജിൽ കൊണ്ടുവന്നൊരു ഇരുത്തിയില്ലേ? കുറേ രാഷ്ട്രീയ പാർട്ടികളെല്ലാം പിടിച്ചെടുത്ത് നിങ്ങളൊരു രാഷ്ട്രീയം പറഞ്ഞില്ലേ? പല മണ്ഡലങ്ങളിലും നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ വോട്ടിൻ്റെ ഷെയർ 6-7% അല്ലെങ്കിൽ 8% പുറകോട്ട് പോയത് നിങ്ങൾക്ക് വോട്ട് ചെയ്തിരുന്ന SDPI-യും ജമാഅത്തെ ഇസ്ലാമിയും മാറി വോട്ട് ചെയ്തുകൊണ്ടാണോ? അങ്ങനെയാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? എന്ത് തരം സ്റ്റാറ്റിസ്റ്റിക്സാണ് നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾക്ക് ചെയ്തിരുന്ന വോട്ടുകൾ അതിൽ നിന്ന് പുറത്തോട്ട് പോയത് എങ്ങനെയെന്ന് നിങ്ങൾ നോക്കൂ. എന്നിട്ട് അതിന് പകരം ഞങ്ങളുടെ സഖ്യകക്ഷികളും ഘടകകക്ഷികളും ആരാണെന്ന് UDF നന്നായിട്ടറിയാം. അതിൽ ആ ഘടകകക്ഷികൾ തന്നെയാണ് ഒന്നിച്ചു നിന്ന് എല്ലാ തെരഞ്ഞെടുപ്പും മുന്നോട്ട് കൊണ്ടുപോയത്. അതിനുശേഷം ഇപ്പോൾ പരാജയപ്പെട്ടതിന് ശേഷം 4-ാം തീയതിക്ക് ശേഷം ഒരു തിയറിയുമായി വന്നിരിക്കുകയാണ്. ആ തിയറി പറയേണ്ടതിൻ്റെ ഗതികേട് വന്നത് ആൻറ്റി ഇൻകംബൻസി ആണ്, അതുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുക്കേണ്ടി വരും, രാജിവെക്കുകയോ മറ്റെന്തെങ്കിലും സ്റ്റെപ്പ് എടുക്കേണ്ടി വരുമോ എന്ന് പേടിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ന്യായീകരണം പറയാം. അവിടെ ഞാൻ പറഞ്ഞു തീക്കൊള്ളി കൊണ്ട് തലചൊറിയരുത്. അവിടെ നിങ്ങൾ ചെയ്യുന്ന പണി വീണ്ടും ധ്രുവീകരണമാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, വർഗീയതയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അത് ജനം റിജക്റ്റ് ചെയ്തു എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ വീണ്ടും ബംഗാളിൽ സംഭവിച്ചതുപോലെ CPM-ന് സംഭവിച്ചു പോകുമോ എന്ന് ഞാനിപ്പോൾ ഭയക്കുകയാണ്. നിങ്ങൾ ഇപ്പോഴും ആ കൺസൾട്ടൻ്റ് പറയുന്നത് ഇപ്പോഴും നിങ്ങൾ PR ഏജൻസികൾ സോഷ്യൽ മീഡിയയിൽ ചെയ്തിട്ട് കാര്യക്കാർ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നടത്തിയ രാഷ്ട്രീയം നിങ്ങൾ കണ്ടില്ലേ? വടകരയിൽ നിങ്ങളൊരു രാഷ്ട്രീയം പറഞ്ഞു, എന്തൊരു വർഗീയതയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതാ തെളിഞ്ഞില്ലേ അതാരാ ചെയ്തതെന്ന്? ഇതാ പുറത്തു വരാൻ പോവുകയല്ലേ അതൊക്കെ ആരാ ചെയ്തതെന്ന്? അതിൻ്റെ ആരോപണം നിങ്ങൾ ഇലക്ഷൻ്റെ തലേന്ന് നിങ്ങൾ നടത്തിയില്ലേ? നിങ്ങളിതെല്ലാം ജനങ്ങൾ റിജക്റ്റ് ചെയ്തു. ലക്ഷക്കണക്കിന് വോട്ടിന് വടകര പോലെ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള മേഖലയിൽ നിങ്ങൾ പുറകോട്ട് പോയി. അവിടെ പൂർണ്ണമായ മുസ്ലിം സ്വാധീനമുള്ള മേഖലയൊന്നുമല്ലത്. നിങ്ങൾ പറഞ്ഞതെല്ലാം റിജക്റ്റ് ചെയ്തു. ഇനി ഇത് തിരിച്ചറിയാതെ വീണ്ടും ഈ ചെറിയ ക്യാപ്സ്യൂളുകൾ വെച്ചിട്ട് നിങ്ങൾ ന്യായീകരിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കാണ് നിങ്ങൾ നശിപ്പിക്കുന്നത്. ഇത്തരം സംസാരങ്ങൾ തന്നെ നല്ലതല്ല. മുസ്ലിം ലീഗിൻ്റെ മതേതരത്വം തിരിച്ചറിയുന്നവരാണ് എല്ലാവരും. മുസ്ലിം ലീഗിൻ്റെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തിയ ആ യാത്രകളിൽ എല്ലാവരും സഹകരിക്കുകയാണ്. ഈ ഇലക്ഷൻ ശേഷം ഇപ്പോൾ വോട്ടെണ്ണലിന് തൊട്ട് മുമ്പായിട്ട് തന്നെ എല്ലാ ആളുകളും പങ്കെടുത്തുകൊണ്ട് മുസ്ലിം ലീഗ് മുൻകൈ എടുത്തുകൊണ്ട് ഈ മതേതര മൂവ്മെന്റ് നടത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് അതിനെ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ ആരോടാണ് ഇത് പറയുന്നത്? ജനം വിശ്വസിക്കുന്നത് നിങ്ങൾ കരുതുകയാണ്.